എല്ലാവർക്കും സുഖല്ലേ? സുഖാന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ആ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു പാൻ എടുക്കുക. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മുരിച്ചെടുക്കുക. ഇഞ്ചി ഒന്ന് നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് ഏകദേശം 4 പീസായിട്ട് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി യൂസ് ചെയ്യുന്നേ ഇല്ല, പകരം നമ്മൾ ഈ പച്ചമുളക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി പച്ചമുളകും ഒന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു വലിയ സവാള ഏകദേശം ഈ ഒരു സൈസിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് സവാളനെ വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ അധികം ഒന്നും ടൈം എടുക്കാതെ തന്നെ നമുക്ക് വേഗം സവാള ഒന്ന് വഴഞ്ഞു കിട്ടും. പിന്നെ ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ചേർക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് ചേർക്കുന്ന ടൈമിൽ നമ്മൾ ഈ ടൈമിൽ ഉപ്പ് ചേർത്തു എന്നുള്ള കാര്യം ഓർക്കാൻ മറക്കരുത്. ഇപ്പോൾ സവാള നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നാത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഒന്ന് വഴന്നു വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രൈനെസ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് സവാളേനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഏകദേശം ഒരു ചെറിയ ക്യാരറ്റ് ഏകദേശം ഒരു വലുപ്പത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. നമ്മൾ ഈ ടൈമിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി നിങ്ങൾ ചേർക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട്, അതായത് ക്യാരറ്റ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് വരാനുള്ള ടൈം എടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്ത് ഉരുളക്കിഴങ്ങിനെ ഒന്ന് നെടുകെ കീറിയിട്ടാണ് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ ഏകദേശം 4 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് വന്നപ്പോഴേക്കും ക്യാരറ്റ് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും വെള്ളം അതിനകത്ത് ബാക്കിയുണ്ട്. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആകെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ യാതൊരു പൊടികളും യൂസ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ആസ് യൂഷ്വൽ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ ടൈമിൽ നമുക്ക് ഉരുളക്കിഴങ്ങിനെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും, അതായത് ഈ മസാലേനെ ഒന്ന് ആ തിക്നെസ് മാറ്റാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിയിലയും കൂടെയും പുതിനയിലയും കൂടെ ഇട്ടാൽ നമ്മുടെ മസാല റെഡി. ഞാൻ ദോശമാവ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്യുക.
ദോശ ഉണ്ടാക്കാൻ എടുക്കുന്ന ചട്ടി ഏത് ചട്ടി ആയാലും ചൂട് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടിയ ശേഷം കുറച്ച് വെള്ളം മേലെ തളിച്ചു കൊടുക്കുക. അപ്പോൾ അത് ചൂട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ദോശേനെ അങ്ങ് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ദോശമാവ് ഒഴിച്ചിട്ട് നല്ല വലിയ ദോശയാക്കി എടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കണേ. കാരണം നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയല്ല ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അപ്പോൾ തീ കൺട്രോൾ ചെയ്ത് വെക്കണം. ദോശയൊന്ന് നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ മേലെ തടവി കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് മസാല ദോശയുടെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ചൂട് മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ബൈ.